പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ കഅബ, ആ കഅബ പുതുക്കിപ്പണിത ഒരാളിൽ പെട്ട ആളാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ഈ ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. അയാൾ പക്ഷെ മരിക്കുന്ന സമയത്ത് ഒരുപാട് വേദനിച്ചാണ്, ഒരുപാട് സങ്കടപ്പെട്ടാണ് അയാൾ മരിച്ചത്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇന്നത്തെ ക്ലാസ്സിൽ ആ ചരിത്രം നമുക്കൊന്ന് കേട്ടാലോ? കൂട്ടത്തിൽ അല്ലാഹു തആല എല്ലാ തെറ്റുകളും നമ്മൾ തൗബ ചെയ്താൽ പുറത്തു തരും. പക്ഷെ ഈ രണ്ട് തെറ്റുകൾ നമ്മൾ ചെയ്യാൻ വളരെ സാധ്യത കൂടുതലാണ്. ഈ രണ്ട് തെറ്റുകൾ, പാപങ്ങൾ ചെയ്താൽ ദുന്യാവിൽ വെച്ച് തന്നെ അതിൻ്റെ ശിക്ഷ പടച്ചോൻ നമുക്ക് തന്നിട്ടേ നമ്മളെ മരിപ്പിക്കൂ എന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ വളരെ ഗുരുതരമായ ആ രണ്ട് തെറ്റുകൾ ഏതൊക്കെയാണ്, അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ മാറി നിൽക്കേണ്ടത്, വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. കൂട്ടത്തിൽ ഒരു ഇസ്മു പറഞ്ഞു തരാം. നമ്മളെ ആരും ഉപദ്രവിക്കാൻ വരില്ല. നമ്മുടെ ദുആകൾക്ക് അല്ലാഹു തആല ഉടൻ തന്നെ അതിന് ഉത്തരം തരും. അങ്ങനെ ഒരു ഇസ്മു പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്താൽ നമ്മുടെ ദുആ അച്ചട്ടാണ് സ്വീകരിക്കും. ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഇന്നത്തെ വീഡിയോ ആദ്യ അവസാനം വരെ കാണുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവുകയും ചെയ്യരുത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ സ്വീകരിക്കട്ടെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സ്നേഹബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന അമലുകൾ, നമ്മുടെ നിസ്കാരം, നോമ്പ്, മറ്റ് സൽക്കർമ്മങ്ങളെല്ലാം അല്ലാഹു തആല അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ രോഗികളായി ഹോസ്പിറ്റലിൽ കഴിയുന്നു, വീടുകളിൽ പ്രയാസപ്പെട്ട് കഴിയുന്നു, കടങ്ങൾ കൊണ്ട് പ്രതിസന്ധിയിലാണ്. അല്ലാഹു തആല എല്ലാവരുടെയും എന്തൊക്കെ പ്രയാസത്തിൽ ആരൊക്കെ കഴിയുന്നുണ്ടോ എല്ലാം അല്ലാഹു അറിയുന്നവനാണ്. കരുണാവാരിധിയായ റബ്ബ് എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുത്ത് എല്ലാവിധ സന്തോഷവും അവർക്കും നമുക്കും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭയങ്കര കരുണയുള്ളവനാണ്, അല്ലേ? അല്ലാഹ് ഭയങ്കര സ്നേഹമാണ് നമ്മളോട്. നമ്മളൊരു തെറ്റ് ചെയ്താൽ അല്ലാഹു തആല നമുക്കത് പുറത്തു തരുമെന്നാണ്. എത്രത്തോളം? മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ ഉടൻ തന്നെ മലക്കുകൾ അത് രേഖപ്പെടുത്തി വെക്കുന്ന പരിപാടി ഇല്ല. ഒരാൾ ഒരു തെറ്റ് ചെയ്തു, ഒരാളൊരു മോശത്തരം ചെയ്താൽ, ഒരു എന്താ പറയുക, തെറ്റ് ചെയ്താൽ, ഒരു ഹറാമ് ചെയ്താൽ ഉടൻ തന്നെ മലക്കൾ ഇവൻ ഈ സമയത്ത് ഹറാമ് ചെയ്തു അങ്ങനെ എഴുതൂല. മറിച്ച് ഒരു 6 മണിക്കൂറത്തേക്ക്, അതായത് ഏകദേശം ആ ഒരു ടൈം അല്ലാഹു തആല മലക്കുകളോട് ഒന്നും എഴുതണ്ടെന്ന് പറയുന്നതാണ്. എന്നിട്ട് ഇവൻ ഇസ്തിഗ്ഫാർ പറയുകയാണെങ്കിൽ ആ തെറ്റവിടെ എഴുതരുതെന്നാണ്. അത്രയും സമയമായിട്ടും ഒരു തൗബയോ ഒരു ഖേദമോ അവനിക്ക് വന്നില്ല എങ്കിൽ മാത്രമാണ് ആ തെറ്റവിടെ എഴുതുക എന്ന് ചില മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അല്ലാഹു അത്രമാത്രം നമ്മളോട് സ്നേഹമുള്ളവനാണ്, കരുണയുള്ളവനാണ്. നമ്മൾ നിസ്കാരം ഖളാ ആക്കി പോയിട്ടുണ്ട്, നോമ്പ് പലതും പിടിച്ചിട്ടില്ല, സക്കാത്ത് കൊടുത്തിട്ടില്ല, കളവ് പറഞ്ഞു, അതുപോലെ മോഷണം നടത്തി, ഒരുപാട് അലമ്പുകളും ഒരുപാട് എന്താ പറയുക ഹറാമുകളൊക്കെ ചെയ്തവരാണ്. എങ്കിൽ നമ്മൾ തൗബ ചെയ്താൽ, അള്ളാഹിനോട് കരഞ്ഞ് ദുആ ചെയ്താൽ, ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ അള്ളാഹു നമുക്കത് പുറത്തു തരും. നമ്മൾ ഈ പറഞ്ഞ തെറ്റുകൾ, നിസ്കാരം ഖളാ ആക്കി, നോമ്പ് പിടിച്ചില്ല, സക്കാത്ത് കൊടുത്തില്ല, കളവ് പറഞ്ഞു, മോഷണം നടത്തി, ഇതിനൊക്കെ നമ്മൾ തൗബ ചെയ്തില്ല എന്ന് വിചാരിക്കുക, തൗബ ചെയ്തിട്ടില്ല. പക്ഷേ എന്നാലും അതിനുള്ള ശിക്ഷ ദുന്യാവിലല്ല, നാളെ ആഖിറത്തിലായിരിക്കും. ദുന്യാവിൽ ഇപ്പോൾ നിസ്കരിക്കാത്തവരും ഒരുപാട് കാശ് അല്ലാഹു തആല കൊടുക്കും, കള്ള് കുടിക്കുന്നവരും ഒരുപാട് പൈസ കൊടുക്കും, നിസ്കരിക്കുന്നവരും ഒരുപാട് പൈസ കൊടുക്കും, നിസ്കരിക്കാത്തവരും അല്ലാഹു തആല അതുപോലെ തന്നെ പൈസ കൊടുക്കും. അപ്പോൾ ദുന്യാവിൽ അല്ലാഹു തആല വലിയ ശിക്ഷയൊന്നും കൊടുക്കൂല, അതൊക്കെ കൂട്ടിവെച്ച് ആഖിറത്തിലായിരിക്കും പടച്ചോൻ പിടിക്കുക. എന്നാൽ ഈ രണ്ട് തെറ്റുകൾ ഒരു മനുഷ്യൻ ഈ ദുന്യാവിൽ ചെയ്താൽ, ഈ ദുന്യാവിൽ തന്നെ അല്ലാഹു തആല അതിനുള്ള ശിക്ഷ, അതിനുള്ള വേദന, അതിനുള്ള പരിഹാരം അല്ലാഹു തആല കൊടുത്തിട്ട് മാത്രമേ അവനെ മരിപ്പിക്കൂ. അത് കഴിഞ്ഞ് ആഖിറത്ത് ചെല്ലുമ്പോൾ അവിടെയും അതിൻ്റെ ശിക്ഷയുണ്ടാകും. അത്രമാത്രം ഗൗരവമുള്ള ഒരു രണ്ട് തെറ്റുകൾ. അതിലൊന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇസ്നാനി യുഅജ്ജിലുഹുമുല്ലാഹുൽ ഉഖൂബത ഫിദ്ദുനിയാ. അല്ലാഹു തആല രണ്ട് തെറ്റുകൾ, ആ രണ്ട് തെറ്റുകൾക്കുള്ള ശിക്ഷ ഈ ദുന്യാവിൽ തന്നെ പടച്ചവൻ കൊടുക്കുമെന്നാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതിൽ ഒന്നാമത്തെ തെറ്റ് അഖുൽ വാലിദൈൻ അല്ലെങ്കിൽ ഖതിഅത്തുർ റഹം. രണ്ട് രൂപത്തിലും ഹദീസ് വന്നിട്ടുണ്ട്. അതായത് മാതാപിതാക്കളോട് മോശമായി സംസാരിക്കുന്നവർ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവർ, അല്ലെങ്കിൽ കുടുംബ ബന്ധം മുറിച്ചവർ. ഉമ്മ വാപ്പ അവരോട് മാന്യമായി പെരുമാറണം, അവരോട് നല്ല അനുസരണം വേണം, സ്നേഹം വേണം, ഖിദ്മത്ത് ചെയ്യണം.
അള്ളാഹുവിനെ ശിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ അള്ളാഹു താല രണ്ടാമതായി പറയുന്നത് ഉമ്മാക്കും വാപ്പാക്കും ഗുണം ചെയ്യണേ എന്നാണ്. ചിലപ്പോൾ അവർ നമ്മളെ വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയും, മോശത്തരങ്ങൾ പറയും. എന്നാലും നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കുക. മക്കൾക്കിടയിൽ വിവേചനം കാണിക്കുന്ന ഉമ്മാനെ വാപ്പാനെ പടച്ചോൻ പിടിക്കും. ഇളയ മോളെ മാത്രം ഭയങ്കര ഇഷ്ടം, മൂത്ത മരുമോളെ മാത്രം ഭയങ്കര ഇഷ്ടം, അല്ലെങ്കിൽ എന്താണ് ഏറ്റവും ഇളയ മോനോട് മാത്രമാണ് ഇഷ്ടം, അല്ലെങ്കിൽ ആൺമക്കളോട് മാത്രം ഇഷ്ടം, പെൺമക്കൾ ഇഷ്ടമല്ല. അങ്ങനെ മക്കൾക്കിടയിലും മരുമക്കൾക്കിടയിലും വേർതിരിവ് കാണിക്കുന്ന മാതാപിതാക്കൾ, അമ്മോശത്തിയൊക്കെ ഉണ്ടെങ്കിൽ നോക്കി നിരുന്നോ, അള്ളാഹു താല ഇവിടെ വെച്ച് തന്നെ പിടിച്ച് നല്ല പെട തരും. അള്ളാഹു താല നല്ല ശിക്ഷ ഇവിടെ തന്നെ കിട്ടും. എന്നിട്ടേ അള്ളാഹു താല അങ്ങോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് മക്കൾക്കിടയിൽ വിവേചനം കാണിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മാതാപിതാക്കളെ ഉപദ്രവിക്കാനും പാടില്ല. നിന്റെ സ്വന്തം ഉമ്മയെപ്പോലെ വാപ്പയെപ്പോലെ ഭർത്താവിൻ്റെ ഉമ്മയെയും വാപ്പയെയും അല്ലെങ്കിൽ ഭാര്യയുടെ ഉമ്മയെയും വാപ്പയെയും നോക്കണമെന്നാണ്. ഏറ്റവും മോശപ്പെട്ട ദുആ ഏതാണെന്നറിയാം? ഒരാൾ 1.5 മണിക്കൂർ ഇങ്ങനെ കരഞ്ഞിങ്ങനെ ദ്വാരക്കുകയാണ്. അള്ളാഹുവേ എൻ്റെ സമ്പത്ത്, അള്ളാഹുവേ അള്ളാഹുവേ, എല്ലാം സ്വന്തം കാര്യം ഇങ്ങനെ പറയുന്നു. അവൻ്റെ ആ 1.5 മണിക്കൂറത്തെ ദുആയിൽ അവൻ ഒരു പ്രാവശ്യം പോലും അവൻ്റെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദുആ ചെയ്തില്ല എങ്കിൽ അവൻ്റെ 1.5 മണിക്കൂറത്തെ ദുആ അള്ളാഹ്ക്ക് വേണ്ട, അതവിടെ വെറുതെ മാറ്റിവെക്കും പടച്ചോൻ. എന്നിട്ട് എപ്പോഴാണ് അവൻ്റെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി അവൻ ദുആ ഇറക്കുന്നത്, ആ സമയത്താണ് മറ്റു ദുആ പരിഗണിക്കുന്നതാണ്. അതുകൊണ്ട് വളരെയധികം ഗൗരവത്തോടു കൂടി ചിന്തിക്കണം മാതാപിതാക്കളുടെ കാര്യം. 3 തരത്തിലുള്ള ശിക്ഷയായിരിക്കും അല്ലാഹു തആല ദുനിയാവിൽ ഉമ്മാനെ വാപ്പാനെ വേദനിപ്പിച്ചാൽ കൊടുക്കുക. ഒന്ന് സൂഉൽ ഖാത്തിമ, മോശപ്പെട്ട മരണമായിരിക്കും. രണ്ടാമത്തേത് ജീവിത വിഭവത്തിൽ അല്ലാഹു തആല ബറക്കത്ത് എടുത്തു കളയും. മൂന്നാമത്തേത് മോശം സ്വഭാവമുള്ള മക്കളെ ഇവനിക്ക് കൊടുത്തിട്ട് അല്ലാഹു തആല പരീക്ഷിക്കുമെന്നാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണേ. അല്ലാഹു തആല നമ്മൾ ജീവിച്ചിരിക്കുന്ന ഉമ്മാക്കും വാപ്പാക്കും അല്ലാഹു എല്ലാവിധത്തിലുള്ള ഖൈറുകളും കൊടുക്കട്ടെ. മരണപ്പെട്ട ഉമ്മാക്കും വാപ്പാക്കും അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇനി രണ്ടാമത്തെ തെറ്റ് അക്രമം നടത്തുകയാണ്, അല്ലെങ്കിൽ അനീതി ചെയ്യുകയാണ്. മുസ്ലിമിനോട് മാത്രമോ അല്ലെങ്കിൽ അമുസ്ലിമിനോട് മാത്രമോ, ജീവികളോടോ മൃഗങ്ങളോടോ പക്ഷികളോടോ ആരോടും നമ്മൾ അക്രമം ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് ബിൻ ജബൽ എന്ന് പറയുന്ന ഒരു സ്വഹാബിയുണ്ട്. ആ സ്വഹാബിയെ യമനിലേക്ക് ഗവർണറായിട്ട് അയക്കുന്ന സമയത്ത് നബി തങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, മുആദെ നീ അവിടെ ഗവർണറായി ചെല്ലുമ്പോൾ, അതായത് ഇന്നത്തെ MLA ആവട്ടെ, MP ആവട്ടെ, മന്ത്രിയാവട്ടെ, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ ആവട്ടെ, കൗൺസിലർ ആവട്ടെ, ആരാവട്ടെ, നിനക്കൊരു അധികാരം കിട്ടി നീ അങ്ങോട്ട് ചെല്ലുമ്പോൾ ജനങ്ങൾ നിന്നെ ആദരിക്കും, ബഹുമാനിക്കും, അല്ലെ എല്ലാ തരത്തിലുള്ള ആദരവും ബഹുമാനവും ഒക്കെ നിനക്ക് തരും, നിന്നെ അനുസരിക്കും. പക്ഷെ നീ പ്രതിനിധീകരിക്കുന്ന ജനതകൾക്കിടയിൽ, ആളുകൾക്കിടയിൽ ഒരിക്കലും അനീതി കാണിക്കാൻ പാടില്ല, അക്രമം കാണിക്കാൻ പാടില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫഇന്നഹാ ലൈസ ബൈനഹാ വ ബൈനല്ലാഹി ഹിജാബ്, ആക്രമിക്കപ്പെട്ടവന്റെയും അവന്റെ ദുആഇന്റെയും ഇടയിൽ ഒരു മറയും ഉണ്ടാവില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കുക, വാപ്പമാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മരുമോളെ നമ്മൾ വെറുതെ അകാരണമായി ഉപദ്രവിക്കുകയാണെങ്കിൽ, മരുമോനെ നമ്മൾ അകാരണമായി ഉപദ്രവിക്കുകയാണ്, വേദനിപ്പിക്കുകയാണെങ്കിൽ ഓർത്തു വെച്ചോ, അവന്റെയും അള്ളാന്റെ ഇടയും ഒരു മറയുമില്ല. അവൻ ദുആ ചെയ്താൽ സ്വീകരിക്കുമത്. മാതാപിതാക്കളെയോ അല്ലെങ്കിൽ ഭാര്യയുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരാണോ സ്ത്രീധനത്തിന്റെ പേരിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ഉപദ്രവിക്കുകയാണോ, ഓർത്തു വെച്ചോ, അല്ലാഹു തആല നിന്നെ പിടിച്ച് നല്ല 2 പെട, ഞാൻ എൻ്റെ ഭാഷയിൽ പറയാം, പെട എന്ന് പറഞ്ഞാൽ 2 ശിക്ഷ, നല്ല ശിക്ഷ, നല്ല വേദന ഈ ദുനിയാവിൽ തന്നെ അല്ലാഹു തആല തരും. എന്നിട്ടേ നിന്നെ മരിപ്പിക്കുള്ളൂ എന്നാണ്. വളരെയധികം ഗൗരവത്തോടു കൂടി ചിന്തിക്കണം. ഒരിക്കലും മക്കൾക്കിടയിൽ ഉമ്മമാര്, വാപ്പമാര്, അമ്മോശത്തിമാര് എന്ത് ചെയ്യരുത്? വിവേചനം കാണിക്കാൻ പാടില്ല. മരുമക്കൾക്കിടയിലോ പേരക്കുട്ടികൾക്കിടയിലോ വിവേചനം കാണിക്കാൻ പാടില്ല, അക്രമം ചെയ്യാൻ പാടില്ല. സഹോദരന്മാർ അവർക്കിടയിൽ, അല്ലെ 4 സഹോദരിമാരുണ്ട് അല്ലെങ്കിൽ 4 സഹോദരന്മാരുണ്ട്, അവർക്കിടയിൽ തന്നെ പല തരത്തിലുള്ള വിവേചനം ഒരിക്കലും അല്ലാഹു തആല ഇഷ്ടപ്പെടില്ല. ഇപ്പോൾ 3 സഹോദരന്മാർ കൂടി ഏറ്റവും ഇളയ ആളെ അല്ലെങ്കിൽ ഏറ്റവും മൂത്ത ആളെ അയാളുടെ സമ്പത്തൊക്കെ കവർന്നെടുക്കുന്ന ഒരു സ്വഭാവമൊക്കെ പല സ്ഥലത്തുമുണ്ട്. ഒരിക്കലും സഹോദരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമം കാണിക്കരുത്. അക്രമം എന്ന് പറഞ്ഞാൽ ഈ അടി, കുത്ത്, വെട്ട് അതല്ല അക്രമം. മറിച്ച് ഒരാളൊരു വേദനിപ്പിക്കുന്ന വാക്ക് പറയൽ അത് അക്രമമാണ്. ഒരു നോട്ടം കൊണ്ട് ഒരാളെ വിഷമിപ്പിക്കുന്നത് അത് അക്രമമാണ്. അതുകൊണ്ട് അക്രമം ചെയ്യാൻ പാടില്ല. ജോലിക്കാർക്ക് കൃത്യസമയത്ത് കൃത്യമായ കൂലി കൊടുക്കാത്ത യജമാനൻ അവൻ അക്രമിയാണെന്നാണ്. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം, ഇതൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടി കേൾക്കണം. അതുപോലെ തന്നെ ഭർത്താവിനെ വേദനിപ്പിക്കുന്ന ഭാര്യയെ കരയിപ്പിക്കുന്ന ഭർത്താവ്, അവരാരാണ്? പരസ്പരം അക്രമം ചെയ്യുന്നവരാണ്.
അള്ളാഹു തആല പിടിച്ചു നിർത്തും. കച്ചവടത്തിൽ കൊള്ളലാഭം ഉണ്ടാക്കുന്നവർ, വഞ്ചന കാണിക്കുന്നവർ, പൂഴ്ത്തിവെപ്പ് നടത്തുന്നവർ, മോശം സാധനം കൊടുത്തിട്ട് നല്ല സാധനമാണെന്ന് പറയുന്നവർ, അവരും അക്രമികളാണ്. അയൽവാസിയുടെ പറമ്പിലേക്ക് വേസ്റ്റുകൾ കൊണ്ടുപോയി ഇടുന്നവരെ നിങ്ങൾ അക്രമികളാണ്. ഒരാൾ ഒരു വില പറഞ്ഞ് ഒരു കച്ചവടം, ഒരു സാധനം ഉറപ്പിച്ചു, മറ്റൊരാൾ അതിൻ്റെ മുകളിൽ കച്ചവടം ചെയ്യൽ, അതും അക്രമമാണ്. അതുപോലെ തന്നെ അയൽവാസിക്ക് വഴിയോ വെള്ളമോ കറണ്ടിൻ്റെ കൺസെൻറ്റോ കൊടുക്കാതെ തടഞ്ഞു വെക്കുന്നത് അക്രമമാണ്. വാക്ക് പറഞ്ഞിട്ട് പാലിക്കാത്തത് അക്രമമാണ്. ഭൂമി കയ്യേറുന്നത് അക്രമമാണ്. ചിർക്ക് ചെയ്യൽ അക്രമമാണ്. കൊലപാതകം ചെയ്യൽ അക്രമമാണ്. മോഷണവും സിഹർ ചെയ്യലും പരദൂഷണം കള്ളസാക്ഷി ഇതൊക്കെ അക്രമമാണ്. മറ്റുള്ളവനെ വേദനിപ്പിക്കുക, വിഷമിപ്പിക്കുക, അത് അല്ലാഹുവിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. യദ്ഖുലുൻ നാർ ബിഗൈരി ഹിസാബ്, വിചാരണ പോലുമില്ലാതെ നരകത്തിൽ കിടക്കുന്നൊരു വിഭാഗം അള്ളാഹിന്റെ റസൂല് പല സമയത്ത് സ്വഹാബിമാർക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. പല കിതാബുകളിലും പല മഹാന്മാരും എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ പറയുന്നു, അക്രമം ചെയ്തവർ, ദുൽമ ചെയ്തവർ, അവർ ഈ ദുന്യാവിൽ വെച്ച് തന്നെ അള്ളാഹു തആല നല്ല ശിക്ഷ അള്ളാഹു തആല അവർക്ക് കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണേ, വളരെയധികം സൂക്ഷിക്കണേ. നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആർക്കും ഒരു വേദന ഉണ്ടാവാൻ പാടില്ല. ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ഹജ്ജാജ് ബിൻ യൂസുഫ് ഉമ്മമാരൊക്കെ കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഹജ്ജിനോ ഉംറക്കോ പോയപ്പോൾ ആ ഉസ്താദുമാരൊക്കെ ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ കേട്ടോ, ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ ഭയങ്കര ഭരണാധികാരിയാണ്, ഒരുപാട് നന്മകൾ ചെയ്ത ആളാണ്. പരിശുദ്ധമായ കഅബ ആദൻ നബിയുടെ കാലം മുതൽ ഇങ്ങോട്ടെടുത്താൽ 10 പേരാണ് ഈ പരിശുദ്ധമായ കഅബയെ പുതുക്കിപ്പണിതത്. 10 പേരാണ് കഅബയെ പുതുക്കിപ്പണിതത്. അതിൽ ഒരു മനുഷ്യനാണ്, ഒരാളാണ് ഈ ഹജ്ജാജ് ബിൻ യൂസുഫ്. നമ്മൾ ഇന്ന് ഓതുന്ന ഖുർആനില്ലേ, മുസ്ഹഫ്, ആ മുസ്ഹഫിൽ ഫത്തഹ്, കിസർ, ലൊമ്മ്, സുക്കൂൻ അതൊക്കെ ഉണ്ടല്ലോ. പണ്ട് അതൊന്നും ഇല്ലായിരുന്നു എന്നാണ്. പണ്ട് അതൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമുക്ക് അറബികളല്ലാത്ത ആളുകൾ, നമുക്കൊക്കെ മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ ഫത്തഹും കിസറും ലൊമ്മൊക്കെ ഇട്ടത് ഖുർആനിൽ. അപ്പോൾ ആ ഫത്തഹും കിസറും ലൊമ്മ് അക്ഷരങ്ങൾക്ക് ആ വള്ളി പുള്ളിയൊക്കെ ഇട്ടത് ആരാണ്? ഈ ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറയുന്ന മനുഷ്യന്റെ കാലത്താണ്. അയാളുടെ നേതൃത്വത്തിലാണ്. ഒരുപാട് ഹജ്ജ് ചെയ്തു, ഒരുപാട് സക്കാത്ത് കൊടുത്തു, ഒരുപാട് സ്വതക്ക് കൊടുത്തു, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത ആളാണ് ഈ ഹജ്ജാജ് ബിൻ യൂസുഫ്. പക്ഷേ ഇയാൾക്ക് ഈ നന്മ ചെയ്യുമ്പോഴും ഇയാൾക്കൊരു മോശപ്പെട്ട മുഖം ഇയാൾക്കുണ്ടായിരുന്നു. അതെന്താണെന്നറിയോ? ഇയാൾ ഒരുപാട് സ്വഹാബിമാരെയും താബിഈങ്ങളായ മഹാന്മാരെയൊക്കെ കൊല്ലുകയും ജയിലിൽ അടക്കുകയും ചെയ്ത ആളാണ്. കാരണം ഇയാൾ ഭരണാധികാരിയാണല്ലോ. കള്ളക്കേസൊക്കെ കൊടുത്തിട്ട് പല സ്വഹാബിമാരെയും കൊന്നുകളഞ്ഞിട്ടുണ്ട്, കൊലപ്പെടുത്തിയിട്ടുണ്ട്, വധിച്ചിട്ടുണ്ട്. പല ആളുകളെയും, നല്ല ആളുകളെയും ഇയാൾ ജയിലിലിട്ടിട്ടുണ്ട്. എത്രത്തോളം? മഹാനായ സഈദ് ബിൻ ജുബൈർ എന്ന് പറയുന്ന സ്വഹാബി, ആ സ്വഹാബിയെ അറബ് ശാലയിൽ കൊണ്ടുപോയിട്ട് മൃഗത്തെ അറുക്കുന്നത് പോലെ കൊന്നവനാണ് ഈ ഹജ്ജാജ്. അബ്ദുല്ലാഹിബിൻ ജുബൈർ എന്ന സ്വഹാബിയെ തൂക്കിക്കൊന്നവനാണ് ഇവൻ. ഇങ്ങനെ ഒരുപാട് സ്വഹാബിമാരെ വേദനിപ്പിച്ചു, അക്രമം ചെയ്തു. ഇയാൾ മരിക്കുന്ന സമയത്ത് രോഗം വന്നിങ്ങനെ മരിക്കാൻ വേണ്ടി കിടക്കുകയും അയാളിങ്ങനെ അട്ടഹസിക്കും, യാ വൈല യാ വൈല ഇങ്ങനെ അട്ടഹസിക്കുന്നുണ്ട്. അട്ടഹസിച്ചിങ്ങനെ ഒച്ചപ്പാടും ബഹളം എടുക്കുന്ന സമയത്ത് കൂടെയുള്ള ആളുകൾ ചോദിച്ചു, എന്താണ് നിങ്ങളിങ്ങനെ ഒച്ചെടുക്കുന്നത്, എന്താ പ്രശ്നം? ആ സമയത്ത് അയാൾ പറയുന്നുണ്ട്, ഞാൻ ഉപദ്രവിച്ച, ഞാൻ അക്രമം ചെയ്ത ഓരോ സ്വഹാബിമാരും ഓരോ താബിഈങ്ങളും എൻ്റെ മുമ്പിൽ വന്നിട്ട് എന്നെ പരിഹസിക്കുകയാണ്. ചോദിക്കുന്നു, ഹജ്ജാജെ എങ്ങനെയുണ്ട് നിന്റെ വേദന എന്നിങ്ങനെ ഓരോ ആളുകൾ വന്ന് മാറി മാറി എന്നെ പരിഹസിക്കുകയാണ് എന്ന് അയാൾ പറയും. യാ വൈല എന്ന് പറഞ്ഞിട്ടാണ്, എൻ്റെ നാശമേ, ഞാൻ ഈ ദുന്യാവിൽ എൻ്റെ പവർ കൊണ്ട്, എൻ്റെ അധികാരം കൊണ്ട് ഞാൻ ആരെയും ഉപദ്രവിക്കാതിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അയാൾ മരിക്കുന്നതെന്നാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എൻ്റെ സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മൾ ആരെയും ഉപദ്രവിക്കരുത്. നമ്മുടെ നാക്കുകൊണ്ടോ, നമ്മുടെ നോട്ടം കൊണ്ടോ, നമ്മുടെ പ്രവൃത്തി കൊണ്ടോ, നമ്മുടെ ഇടപാട് കൊണ്ടോ മറ്റൊരാൾക്കൊരു വേദന, ഒരു വിഷമമുണ്ടായാൽ അയാളെങ്ങാനും ആ സമയത്ത് ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ അതിപ്രധാനപ്പെട്ട ഒരു ഇസ്മ, അള്ളാഹുവെ അത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം എന്താണ്? അത് നമുക്കറിയാം, നമ്മൾ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്. ഈ ഇസ്മു പറഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങൾ മാത്രം പറഞ്ഞ് പല വീഡിയോയും നമ്മൾ ഈ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിശദമായി അങ്ങോട്ട് കടക്കുന്നില്ല. യാ ലത്തീഫ് യാ അല്ലാഹ്. നമുക്കൊരു ഉദ്ദേശം സഫലീകരിച്ച് കിട്ടാനുണ്ടോ? നമുക്ക് ഒരാളുടെ ഉപദ്രവത്തെ തൊട്ട് കാവൽ കിട്ടാനുണ്ടോ? നമ്മളെ ഒരാൾ ഉപദ്രവിക്കുകയാണ്, നമ്മളെ ഒരാൾ പ്രയാസപ്പെടുത്തുകയാണ്, എവിടെ പോയി പരാതി പറഞ്ഞിട്ടും കാര്യമില്ല. ചൊല്ലിക്കോ യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിക്കോ. നമ്മളെ ഉപദ്രവിക്കുന്നവന്റെ ഉപദ്രവം അവിടെ അവസാനിക്കും. അല്ലാഹു തആല അതിൽ ഇടപെടും. യാ ലത്തീഫ് യാ അല്ലാഹ് പറഞ്ഞിട്ട് ദുആ ചെയ്യ്. നിങ്ങളുടെ ദുആകൾക്ക് അല്ലാഹു തആല ഫലം തരും, സ്വീകരിക്കും ആ ദുആ.
അതുകൊണ്ട് യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന ദുആ, എന്ന ആ ഒരു ദിക്ർ, എന്ന ആ ഒരു അള്ളാഹുവിൻ്റെ പുണ്യമായ ഇസ്മ, നാമം, അത് നമ്മുടെ കൂട്ടുകാരനായി വേണം എപ്പോഴും. ആ യാ ലത്തീഫ് യാ അല്ലാഹ് അത് ഒരു ദിവസം 11 വട്ടം, ചുരുങ്ങിയത് കൂടിയത് എത്ര വേണമെങ്കിലും നമുക്ക് പറയാം. എണ്ണം പറയുന്നില്ല, കൂടിയത് എത്ര വേണമെങ്കിലും പറയാം. അതിങ്ങനെ പറഞ്ഞ് നമ്മൾ ദ്വാരക്കുക. നമ്മുടെ ദ്വാ അല്ലാഹു തആല സ്വീകരിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള സമാധാനവും തരട്ടെ, ശാന്തിയും തരട്ടെ. എല്ലാവിധ അക്രമങ്ങളെ തൊട്ടും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. മറ്റുള്ളവരുടെ അക്രമം നമുക്കേൽക്കുന്നതിനെ തൊട്ടും നമ്മൾ കാരണം മറ്റൊരാൾ ആക്രമിക്കുന്നതിനെ തൊട്ടും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയൊക്കെ ദ്വാരക്കുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.